ഇനി നമുക്കറിയാം സർക്കാർ സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമം കഴിഞ്ഞ ദിവസമായിരുന്നു ആഗോള അയ്യപ്പ സംഗമം നടത്തിയത്. അതിനുശേഷം സംഗമം വലിയ വിജയമായിരുന്നു എന്ന് ദേവസ്വം മന്ത്രിയും പാർട്ടി സെക്രട്ടറിയും സർക്കാരും ഒക്കെയും പറയുന്നു. മറ്റൊരു വശത്ത് സംഗമം പാളിപ്പോയെന്ന് പ്രതിപക്ഷം പറയുന്നുണ്ട്. ദൃശ്യങ്ങളൊക്കെ AI നിർമ്മിതമാണെന്ന് പാർട്ടി സെക്രട്ടറി പറയുന്നു. അങ്ങനെ ഒരു വശത്ത് ആഗോള അയ്യപ്പ സംഗമം നിൽക്കുമ്പോൾ മറ്റൊരു ബദൽ അയ്യപ്പ സംഗമം, സർക്കാർ സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ ഒരു ബദൽ അയ്യപ്പ സംഗമം കൂടി നടക്കുകയാണ്. ഈ അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത് സംഘപരിവാർ സംഘടനകളും അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്തത് അണ്ണാമലയുമാണ്. പിണറായി വിജയന്റെ അയ്യപ്പ സംഗമം അത് അയ്യപ്പനോടുള്ള താല്പര്യം കൊണ്ടല്ല, തിരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടാനുള്ള നാടകം എന്നാണെന്ന് അണ്ണാമലൈ പറയുന്നു. അത് ജനങ്ങൾക്ക് മനസ്സിലാകും. ആഗോള അയ്യപ്പ സംഗമം നടത്താൻ പിണറായി വിജയന് എന്താണ് യോഗ്യതയെന്നും അണ്ണാമലൈ ചോദിക്കുകയാണ് വാക്കുകളിലേക്ക്. திரு மு.க. ஸ்டாலின் அவர்களை இந்த நிகழ்வுக்கு முக்கிய விருந்தினராக கேரள மாநிலத்தினுடைய முதலமைச்சர் பினராயி விஜயன் அவர்கள் இங்கே வாங்கன்னு கூப்பிடும் பொழுதே நமக்கு தெரியும் இது ஐயப்பனுக்காக போடப்படக்கூடிய ஒரு நிகழ்வு கிடையாது. மக்களை ஏமாற்றி அரசியல்ல ஓட்டை வாங்குவதற்காக ஒரு நிகழ்வு இங்கே போடுறாங்க என்பது தெள்ள தெளிவாக நமக்கு தெரியும். ബിനിൽ ലീലാസാബു വിവരങ്ങളുമായി ചേരുന്നു. ബിനിൽ, ആഗോള അയ്യപ്പ സംഗമം വലിയ വിജയമാണെന്നാണ് സർക്കാർ വിലയിരുത്തുന്നത്. മാത്രമല്ല ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ രാജ്യമൊട്ടാകെ പല സംസ്ഥാനങ്ങളിലും ക്ഷണമുണ്ടായിരുന്നുവെങ്കിലും പങ്കെടുത്ത പ്രതിനിധികൾ കൂടുതലും തമിഴ്നാട്ടിൽ നിന്നുള്ളവരായിട്ട് 2 മന്ത്രിമാരടക്കം പങ്കെടുത്ത ഒരു വലിയ സംഗമമായിരുന്നു നടന്നത്. ഇപ്പോൾ അണ്ണാമലയുടെ ചോദ്യങ്ങൾ എന്തൊക്കെയാണ് സർക്കാരിനോട്? ഒപ്പം അണ്ണാമലൈ പറയുന്നത് എന്താണ്? സേതു, ശബരിമല സംരക്ഷണ സംഗമം രാവിലെ തുടങ്ങിയതാണ്. രാവിലെ സെമിനാറായിരുന്നു. ഇപ്പോൾ അതിന്റെ സമാപന സമ്മേളനം നടക്കുകയാണ്. അതിന്റെ ഉദ്ഘാടകനായിരുന്നു തമിഴ്നാട്ടിലെ മുൻ BJP സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലൈ. സംസ്ഥാന സർക്കാരിനെതിരെയും സ്റ്റാലിനെതിരെയും അതിരൂക്ഷ വിമർശനമാണ് ഉന്നയിക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനെ ദേവസ്വം മന്ത്രി നേരിട്ട് പോയി ക്ഷണിച്ചതാണ്, അദ്ദേഹത്തെ കണ്ട് ക്ഷണിച്ചതാണ്. അതിനെ അതിരൂക്ഷമായിട്ടാണ് അണ്ണാമലൈ വിമർശിക്കുന്നത്. തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ സനാതന ധർമ്മത്തെ എതിർക്കുന്ന ആളാണ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ മകനും മന്ത്രിയുമായ ഉദയനിധി സ്റ്റാലിൻ സനാതന ധർമ്മത്തെ കുറിച്ച് പരസ്യമായി അതിനെതിരെ നിലപാടെടുത്ത് രംഗത്ത് വന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഉദ്ദേശം തന്നെ വ്യക്തമാണ്. അയ്യപ്പനോടുള്ള താല്പര്യം കൊണ്ടല്ല, ജനങ്ങളെ പറ്റിച്ച് തെരഞ്ഞെടുപ്പിൽ വോട്ട് നേടുന്ന ശ്രമം മാത്രമാണ് എന്നാണ് അണ്ണാമലൈ വിമർശിക്കുന്നത്. മാത്രമല്ല തമിഴ്നാട്ടിൽ സമാനമായ രീതിയിൽ മുരുക സംഗമം നടത്തിയിരുന്നു. അത് കണ്ടാണ് സംസ്ഥാനത്ത് വോട്ട് കിട്ടുന്നതിന് വേണ്ടി പിണറായി വിജയൻ സമാനമായ രീതിയിൽ ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത്. അത് അദ്ദേഹം അതിരൂക്ഷമായി വിമർശിക്കുന്നത് ഒരു കള്ളൻ മോഷ്ടിക്കുന്നത് കണ്ട് മറ്റൊരു കള്ളൻ മോഷ്ടിക്കുന്നു എന്ന അതിരൂക്ഷ വിമർശനമാണ് അണ്ണാമലൈ ഉന്നയിക്കുകയും ചെയ്യുന്നത്. മാത്രമല്ല സംസ്ഥാനത്ത് നേരത്തെ മന്ത്രിയായിരുന്ന G. സുധാകരൻ നിലവിളക്കിനെതിരെ നിലപാടെടുത്തിരുന്നു. അദ്ദേഹം അതിനെ പരസ്യമായി പറഞ്ഞതാണ്. P. ജയരാജൻ പരശുരാമ സൃഷ്ടിയെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ദൈവവിശ്വാസമില്ലാത്ത ആളുകളാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ളത്. അവർ എങ്ങനെയാണ് അയ്യപ്പനെ സംരക്ഷിക്കുക എന്നാണ് ഉയർത്തുന്ന ചോദ്യം. എന്തായാലും അതിരൂക്ഷ ഭാഷയിലാണ് അദ്ദേഹം ഈ ആഗോള അയ്യപ്പ സംഗമത്തെ വിമർശിച്ചത്. ശരി ബിനിൽ, ഓക്കെ, ശരി. അപ്പോൾ ബദൽ അയ്യപ്പ സംഗമം പന്തളത്ത് നടക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ബിനിൽ ലീലാസാബു.